നമ്മൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് സ്റ്റെയർ കേസിൻ്റെ പൊസിഷനും അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് വേണം പ്ലാൻ വരയ്ക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ സ്റ്റെയർ കേസ് വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ എൻട്രൻസ്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്ന മെയിൻ ഡോറാണിത്. ഇവിടുന്ന് കയറി നേരെ വന്ന് ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. അത് ഇവർ കോൺക്രീറ്റിൽ സ്റ്റെയർ ക്ലൈൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ മെറ്റലിൽ സ്റ്റെയർ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട്, സ്റ്റാർട്ടിങ്ങിലുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് വന്നിട്ടുള്ളത് ഈ ഒരു കോൺക്രീറ്റിൻ്റെ സൈസ് കണ്ടില്ലേ, സ്ലാബ് അതിവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. ഇത്രയും കോൺക്രീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മണി വേസ്റ്റ് ആണ് അല്ലേ. ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയും പോർഷന് കറക്റ്റ് ത്രൂ ഔട്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ത് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസ് മുകളിലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്പേസ് മതിയാകാതെ വരും എന്നുള്ളതാണ്. അത് തുടക്ക സമയത്ത് തന്നെ കറക്റ്റ് നമ്മൾ ഏത് തരം സ്റ്റെയർ കേസ് ആണ്, മെറ്റൽ സ്റ്റെയർ കേസ് ആണെങ്കിലും മെറ്റൽ സ്റ്റെയർ കേസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള കട്ടിങ് ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് കോർ കട്ടിങ് വെച്ചിട്ട് ബ്ലേഡ് കട്ടിങ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ലാബിലെല്ലാം ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ വീടിന് വരും. അപ്പോൾ ഇവിടെ ഈ സ്റ്റെയർ കേസിൽ മറ്റു ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലാൻഡിങ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസാണ് നേരത്തെ പറഞ്ഞു. സെൻറ്ററിൽ കൂടെ ഒറ്റ പൈപ്പ് പോകുന്നത് 5x5 സൈസ് ആട്ടോ. 5x5 ടാറ്റ MS-ൻ്റെ ട്യൂബാണ് നമുക്ക് ഇവിടെ സ്റ്റെയർ കേസിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പ്ലേറ്റിൻ്റെ കാര്യം, സ്റ്റെപ്പിൻ്റെ പ്ലേറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 10 mm തിക്നെസ് ലേസർ കട്ടിങ്ങിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഫിനിഷിംഗാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ. പിന്നെ ഹോൾസ് സ്റ്റെപ്പിൽ വരുന്നത് ഇവിടെ വുഡാണ്, മഹാഗണി വുഡാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാനുള്ള 8 ഹോൾസ് നിങ്ങൾക്ക് കാണാം. ഈ ഹോൾസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഹോൾസ് താഴെ കൗണ്ടറിങ്ങും കൂടെ ചെയ്യണം കേട്ടോ. 5 mm 6 mm സ്ക്രൂ ആണ് നമ്മളിതിൽ വുഡിന് ചെയ്യുക. അപ്പോൾ കൗണ്ടറിങ്ങും കൂടി ചെയ്താലാണ് ലെവലായിട്ട് സ്ക്രൂവിൻ്റെ ബോട്ടം ലെവലായിട്ട് നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള ഇനി സ്റ്റെപ്പ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേസർ ഹൈറ്റ്, ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പിലുള്ള ഹൈറ്റിന് നമ്മൾ പറയുന്നതാണ് റേസർ. അപ്പോൾ ഈ ഒരു റേസറിൻ്റെ വ്യത്യാസങ്ങൾ കാരണം, അതായത് ടോട്ടൽ ഹൈറ്റ് ഇവിടെ കുറവായത് കൊണ്ട് നമ്മൾ ലാൻഡിങ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റിൽ ലാൻഡിങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഇതാണ് സ്പ്ലിറ്റ്. ഈ സ്പ്ലിറ്റ് ലാൻഡിങ് കണ്ടില്ല, ഇത് ശരിക്കും ഒരൊറ്റ കോർണർ ലാൻഡിങ് ആയിട്ട് വരേണ്ടതാണ്, സ്ക്വയർ ആയിട്ട് വരേണ്ടതാണ്. പക്ഷെ നമുക്ക് ഹൈറ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റൊന്ന് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാതെ കൊടുത്തിട്ടില്ലെങ്കിൽ, ഒറ്റൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്പിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വരും. നല്ല ഈ റേസറിൻ്റെ ഈ ഹൈറ്റ് കണ്ടില്ലേ, ഇതിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈറ്റാണ്. റേസർ എപ്പോഴും ഒരു 15 സെൻറ്റിമീറ്റർ മുതൽ മാക്സിമം ഒരു 18 സെൻറ്റിമീറ്റർ വരെ, 17 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഏറ്റവും നല്ലത്. അതിന് ഉള്ളിൽ നിർത്തണം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റേസറിൻ്റെ മെഷർമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 16 സെൻറ്റിമീറ്റർ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലാൻഡിങ്ങും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അത് ഈ ഒരു റേസറിൻ്റെ പ്രോബ്ലമാണ്. ഇപ്പം നമുക്കിവിടെ ടോട്ടൽ ഹൈറ്റ് ഇവിടെ ലാൻഡിങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് റേസറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. താഴെ നമ്മൾ ബോട്ടം ഈ സ്ലാബിൻ്റെ താഴോട്ട് പ്ലേറ്റ് അടിച്ച് കൊടുത്തിരിക്കുകയാണ്. മുകളിൽ നമ്മൾ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ജസ്റ്റ് അവിടെ ആങ്കർ ബോൾട്ട് ചെയ്ത് ഒരിക്കലും വെക്കരുത്. മുകളിൽ ത്രൂ ഔട്ടായിട്ട് ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ടൈലൊക്കെ വരുമ്പോൾ അത് കവർ ചെയ്ത് പോകും, ആ ബോൾട്ടൊക്കെ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇത്രയും ഭാഗമായിരുന്നു കേട്ടോ കട്ട് ചെയ്തത്. ഈ ഒരു സൈസ് കണ്ടില്ലേ, ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു റേസറിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റെയർ കേസുകളൊക്കെ ചെയ്യാൻ കേട്ടോ. എപ്പോഴും മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്ട്രിങ് വാട്ടർ ലെവൽ ചെയ്ത് സ്റ്റെപ്പിൻ്റെ ലെവൽ, ഫ്ലോറിങ്ങിൻ്റെ ലെവൽ, ഫ്ലോറിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഹൈറ്റിൽ മാറ്റം വരും കേട്ടോ, ഈ ഹൈറ്റിൽ മാറ്റം വരും. പിന്നീട് ടൈൽസ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ ചെയ്ത ഹൈറ്റ് വ്യത്യാസം വരും. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് ഈ ഫ്ലോർ ലെവലിൻ്റെ കാര്യവും, രണ്ടാമത് നമ്മൾ ചുമരിനകത്തോട്ട് ഈ ഇത്രയും വുഡ് വരും ടോട്ടൽ കേട്ടോ. അതുപോലെ ഈ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സൊക്കെ ചുമരിനകത്തേക്ക് വയറിങ് ചെയ്ത സമയത്ത് പോയിട്ടുണ്ടാവും, അതും ശ്രദ്ധിക്കണം. പിന്നെ താഴെ നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് കുഴപ്പമില്ലാത്ത സ്ട്രോങ് ആണ് താഴെ. അപ്പോൾ പ്ലേറ്റ് വെച്ച് നന്നായിട്ട് ആങ്കർ ബോൾട്ട് താഴോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാൾ സൈഡിലും നമുക്ക് പ്ലേറ്റ് വെക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പ്ലേറ്റ് അല്ല വെച്ചിട്ടുള്ളത്, ചുമര് കുറച്ച് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി നന്നായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൽ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ആയിരിക്കും.
അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത്, ഈ ഒരു 2 സൈഡിലുള്ള സ്പ്ലിറ്റഡ് ലാൻഡിങ്ങും വന്നതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും സ്റ്റാർട്ടിങ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. ജസ്റ്റ് മെറ്റൽ സ്റ്റെയർ കേസാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് ഞങ്ങളുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതിന് ഞങ്ങൾ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും വാങ്ങില്ല. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള വിൻഡോസും കൂടി ഒന്ന് എടുത്ത് പറയാം കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഇവിടെ എനിക്ക് ഈ വീട് വന്ന് സ്റ്റെയർ കേസിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വീട് കണ്ടപ്പോൾ എടുത്ത് പറയാൻ തോന്നിയ ഒരു കാര്യമാണ്, എല്ലാം സിംഗിൾ വിൻഡോസ്, സ്റ്റീലിൻ്റെ ടാറ്റ സ്റ്റീലിൻ്റെ തന്നെ സിംഗിൾ വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഔട്ടർ പുറത്തത്തെ ഈ ലുക്ക് കാണുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബെഡ്റൂമിലടക്കം ഇവിടെ ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമിലാണെങ്കിൽ പോലും, ഇത് ഈ സൈഡ് ബെഡ്റൂമാണ് വരുന്നത്, ഈ ബെഡ്റൂമിനകത്താണെങ്കിൽ പോലും 3 സിംഗിൾ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ 3 കള്ളി വിൻഡോസൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടിലോട്ട് ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ. 2 ബെഡ്റൂമും ഇവിടെ ഒരു കിച്ചണും ആണ് വന്നിട്ടുള്ളത്. കിച്ചണിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് 2 ഷട്ടർ വിൻഡോസാണ്, 2 കള്ളി വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയർ കേസ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റൽ സ്റ്റെയർ കേസ് ആണെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കൺസൾട്ട്